ഇപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് സമയമുണ്ട് വേസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് കുറച്ച് പേരുടെ ജീവിതം വേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ല? ബിഗ് ബോസ്, ബിഗ് ബോസ്. ഹലോ സ്ട്രേഞ്ചേഴ്സ്, ഈ വീഡിയോ ഒരു ഷോയെ കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഷോ. ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഷോയുടെ വിന്നറൊക്കെയായ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഷോയിൽ പകുതി വെച്ച് അടിയുണ്ടാക്കി പുറത്താക്കപ്പെട്ടവരെയാണ്. സെലിബ്രിറ്റീസ് എന്ന പേരിൽ മലയാളികൾ ഇന്നേ വരെ കാണാത്ത ഏതൊക്കെയോ 10 ജീവികളെ പിടിച്ച ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവർ പറയും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഷോ ആരാ ഉണ്ടാക്കിയതെന്ന്, ഈ ഷോ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന്? ഇന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഷോ ആരാ കണ്ടുപിടിച്ചതെന്ന്. ദ ഒറിജിൻ ഓഫ് ബിഗ് ബോസ്. ബിഗ് ബോസ് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഏകദേശം 15 വർഷം. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഷോ ആയി മാറിക്കഴിഞ്ഞു ബിഗ് ബോസ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ബിഗ് ബോസ് എന്ന ഈ ഷോ നമ്മൾ അമേരിക്കക്കാരനെയും കോപ്പി അടിച്ചാണ്. പക്ഷെ അമേരിക്കയിലേക്ക് ഈ ഷോ ഏകദേശം 4 വർഷം മുമ്പേ ബാൻ ചെയ്തു. അതെ, അവർക്ക് ബുദ്ധിയുണ്ട്. അവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വന്നപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഡെലിവറി ചെയ്തു. ഡെലിവറി ചെയ്തതാണെങ്കിൽ അവിടെയുള്ള വേറെ കണ്ടസ്റ്റൻസ്. ഓ, വിശ്വാസം വരുന്നില്ല അല്ലേ? കണ്ടു നോക്ക്. നമ്മുടെ ബിഗ് ബോസ് വരെ പരിപ്പിന് വേണ്ടിയിട്ടുള്ള അടിയല്ല അവിടെ നടക്കണേ. നീ എന്താ പരിപ്പെടുത്ത് പരിപ്പ് തിങ്ങോളാ, പരിപ്പ് തിങ്ങോളാ, നീ എന്തിയോടാ പരിപ്പ് ഇനിയും തിങ്ങോളാ, നീ ആരാ? അവിടെ ആയ ഒരേ ഒരു കാര്യം മാത്രം നടക്കാറുള്ളൂ. ഇവരുടെ ഈ പ്രവൃത്തിയിലായ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഈ ഷോ നിങ്ങളുടെ കുടുംബത്തോടെ ഇരുന്ന് കാണണമെന്ന്. അവരുടെ ഈ ഷോ നമ്മുടെ നാട്ടിലാണ് ഇറക്കിയെങ്കിൽ നമ്മളെല്ലാവരും ഇഗ്നിറ്റോ മോഡിലിട്ട് കണ്ടു വരും. സീരിയസ്ലി. അല്ലെങ്കിൽ അവിടെ നിന്ന് അടി വരാമെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ കണ്ട് നിങ്ങൾ വല്ല അമേരിക്കയിൽ ജനിച്ചാൽ മതിയെന്ന് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം അവരും വിഷമിച്ചിരിക്കട്ടേന്നേ, ചുമ്മാ ഇരിക്കല്ലേ. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എവ്രി വൺ ഈസ് എ സോഷ്യൽ അനിമൽ. പക്ഷെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോൾ എവ്രി വൺ ഈസ് എ വൈൽഡ് അനിമൽ. ഇവരുടെ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാടാ, ഐ റിയലി ലവ് യു ബട്ട് ആസ് എ ബ്രദർ. ഇവര് ബിൽഡപ്പ് കൊടുക്കണുണ്ടോ തോന്നുന്നു എന്തൊക്കെയോ മനത്തെന്ന്. പക്ഷെ വെറുതെ അങ്ങനെ നടക്കൂല. പക്ഷെ ബിൽഡപ്പിനാണെങ്കിൽ ഒട്ടും കുറവുമില്ല. എൻ്റെ വീട്ടിലെ നായും തൊട്ട് അപ്പുറത്തെ വീട്ടിലെ നായും പോലെയാണ് ഇവരും ബിഗ് ബോസും. ബിഗ് ബോസ് പറയും, ഇവരും പറയും. ബിഗ് ബോസ് ഓടാൻ പറഞ്ഞ ഇവരോടും, ബിഗ് ബോസ് ഇരിക്കാൻ പറഞ്ഞ ഇവരിയ്ക്കും, ബിഗ് ബോസ് തല്ലുകൂടാൻ പറഞ്ഞ അതിപ്പോ പറയാതെ തന്നെ ഇവര് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൽ വരുന്ന ഓരോ കണ്ടസ്റ്റന്റും കഴിവുണ്ട്. ഓവർ ആക്ടിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരിപ്പോ ബിഗ് ബോസിലല്ലാണ്ട് വല്ല സീരിയസിലുണ്ടാവില്ല. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ മൂസ. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ള ജാസ്മിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വീഡിയോ ജാസ്മിൻ ജിമ്മിലാണ്. ഓക്കെ, ക്യാമറ ഓൺ ആക്കി കണ്ണാടി നോക്കണം. ഐ തിങ്ക് ഐ പിക്ക് ദ റോങ് വീഡിയോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. രണ്ടാമത്തെ വീഡിയോയിൽ ജാസ്മിൻ റൂമിലാണ്. റൂമിൽ ക്യാമറ ഓൺ ആക്കി വീഡിയോ. ഓക്കെ, ജാസ്മിൻ്റെ ഒരു വീഡിയോ കൂടി നമുക്ക് കണ്ടു നോക്കാം. ഇനി ഇത് കാണാനുള്ള ശക്തി എനിക്കില്ല. ഇനി ഇത് കണ്ടു പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള 7th സെൻസ് വരെ ആക്റ്റീവ് ആവും. ഹലോ, നന്ദന കെ മേനോനാണോ? അതെ, നന്ദന കെ മേനോനാണ്. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ഞങ്ങൾ ഹോട്ട്സ്റ്റാർ ഡിജിറ്റൽ എന്റർടൈൻമെന്റ്സിൽ നിന്നാണ്. ബിഗ് ബോസ് സീസൺ 5 കണ്ടസ്റ്റന്റായി താങ്കളെ സെലക്ട് ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് ഓഡിഷൻ? ഓഡീഷന് മുമ്പായി ഞങ്ങൾ സാധാരണ ഒരു മെമ്മറി ടെസ്റ്റ് നടത്താറുണ്ട്. കുറേ പേർക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡിന്റെ CVV നമ്പർ ഓർമ്മ നിൽക്കില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 2245. ഇപ്പൊ ഒരു OTP വന്നിട്ടുണ്ടാകുമല്ലോ. 4431. നിങ്ങളുടെ സഹകരണത്തിന് വളരെ നന്ദി. ഞങ്ങൾ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഉടനെ തന്നെ ഓഡിഷന് വിളിക്കണം ചേട്ടാ. അയ്യോ, ഈ ആമസോണിൽ നിന്ന് 2 ലക്ഷത്തിന്റെ ഷോപ്പിംഗ് ആരേ ചെയ്തേ. അയ്യോ, ബിഗ് ബോസ് എന്നെ ചതിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ എല്ലാവരും ആ ഒരു സെൻസിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്.